PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്തയും രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയാണ് കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. 1,98,000 കോടിയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന ജനാധിപത്യ സർക്കാർ കേവലം 1,500 കോടിക്ക് വേണ്ടി കേരള ജനതയെ ഒറ്റുകൊടുത്ത് പരിഹാസ്യരാവുകയാണ് എന്ന് നദ്വ കുറ്റപ്പെടുത്തുകയായിരുന്നു. 4 കോടിയോളം വരുന്ന പ്രബുദ്ധരായ കേരളീയ ജനതയെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന അതിനിഷ്ഠൂരമായ നിലപാടാണിത്. ഇതിനെതിരെ സാർവത്രികമായ പ്രചാരണം നടത്തപ്പെടുകയും ജനത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം കൂടി നടപ്പാക്കേണ്ട ഗതികേടാണ് വരാനിരിക്കുന്നത് എന്ന് മറ്റാരെക്കാളും സർക്കാരിനറിയാം. കാലങ്ങളായി ഫാസിസ്റ്റ് ഭരണം കോപ്പുകൊട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് മലയാള നാട്ടിലും ബോധപൂർവം പരവതാനി വിരിക്കുകയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ്. സഖ്യകക്ഷികളുടെ എതിർപ്പ് പോലും അവഗണിച്ച് PM ശ്രീയോടുള്ള CPMന്റെ വിധേയത്വം ചെറുക്കപ്പെടണം. വർഗീയതയിൽ അധിഷ്ഠിതമായ BJP RSS അസ്തിത്വത്തോട് വിയോജിക്കുന്നുവെന്ന് പെരുമ്പറായി അടിയിച്ച് നടക്കുന്ന ഭരണകക്ഷി കേരളീയ സമൂഹത്തെ ഒന്നടങ്കം ഇതേ വർഗീയതയിലേക്കും അതിലധിഷ്ഠിതമായ കാവ്യ സംസ്കാരത്തിലേക്കും നയിക്കുന്നതിന് സഹായകരമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ന്യായീകരണം ചോദ്യം ചെയ്യാൻ ഓരോ കേരളീയനും സന്നദ്ധനാകേണ്ടതുണ്ട് എന്ന് ബഹാവുദ്ദീൻ നദ്വി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം സ്വന്തം മന്ത്രിസഭയിലെ സഖ്യകക്ഷികളെ മാത്രമല്ല CPMനെ മന്ത്രിമാരെയും അറിയിക്കാതെയാണ് PM ശ്രീ കരാറിൽ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. കരാറിൽ ഒപ്പുവെക്കാനുള്ള കാര്യം CPM മന്ത്രിമാരും CPMന്റെ മുതിർന്ന നേതാക്കളും അറിഞ്ഞില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. CPM മന്ത്രിമാർ ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. CPM നേതാക്കളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു കൂടിയാലോചനയും നടത്താതെയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. അതേസമയം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന CPM അനുനയ നീക്കവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI നേതൃത്വവുമായി ചർച്ച നടത്തുകയാണ്. ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തിയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണുന്നത്. CPM നിർദ്ദേശപ്രകാരമാണ് അനുനയ നീക്കം. വിദ്യാഭ്യാസ മന്ത്രിയെയാണ് വിഷയത്തിൽ CPI ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത്. അതേ മന്ത്രിയെ തന്നെ നേരിട്ടിറക്കി സമവായത്തിന് ശ്രമിക്കുകയാണ് CPM നേതൃത്വം. മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിൻ്റെ PM ശ്രീ വിവാദത്തിൽ ഉലഞ്ഞിരിക്കുകയാണ് LDF നേതൃത്വം. ഫണ്ടിനു വേണ്ടി നയം മാറ്റാനാകില്ല എന്ന് CPI ശക്തമായി വാദിക്കുമ്പോൾ എല്ലാ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നുള്ളതാണ് CPM വാദം അപ്രസക്തമാക്കുന്നത്. ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് CPIയുടെ ആവശ്യം. അതേസമയം വിവാദത്തിൽ CPIയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകളും. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് മികച്ച പഠന കേന്ദ്രമാക്കി മാറ്റുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM ശ്രീ. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണമായ പേര്. വിദ്യാഭ്യാസ നയത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തിട്ടുണ്ടായിരുന്നു. PM ശ്രീ സ്കൂളുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കേണ്ടി വരും. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള 14,500 സ്കൂളുകളെയാണ് സമഗ്രമായി നവീകരിക്കുക.